ഹലോ എവ്രിവൺ. ഇന്നൊരു മഴയുള്ള ദിവസമാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞത് ഈ മഴ എങ്ങോട്ടോ പോയി. നല്ല വെയിലും വന്നു. ഈ പൂച്ചയുടെ വിചാരം ഇത് ഇതിന്റെ വീടാണ്, ഞാൻ ഇവിടെ വന്ന് ഗസ്റ്റായിട്ട് നിൽക്കുകയാണെന്നാണ്. എനിവേസ്, അത് അതിന്റെ പാടിന് പോയി. സോ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ യൂഷ്വലി എൻ്റെ മന്ത്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ്. പണ്ട് മുതലേ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ലൈഫാണ് ലീഡ് ചെയ്യുന്നതെന്നും വിചാരിച്ച് കളയരുത്. എനിക്കിപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു ഐഡിയ കാണും എനിക്ക് പഠിക്കണമെങ്കിലൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന്. മന്തിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നാണോ അന്ന് ഇരുന്ന് ഞാൻ എൻ്റെ എക്സ്പെൻസ് ഒക്കെ എഴുതും. എന്നിട്ട് അന്ന് തന്നെ എനിക്ക് അത്യാവശ്യം അടുത്ത മാസത്തിൽ എന്തൊക്കെ വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കും. ഞാനിങ്ങനെ എന്തൊക്കെ വേണം എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുക്ക് വായിക്കണം, അതെൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അത് ഞാൻ എഴുതി വെക്കും. അതുപോലെ തന്നെ എനിക്കൊരു സാധനം വാങ്ങണം, അതും എൻ്റെ ആവശ്യമാണ്. ഞാൻ യൂഷ്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് അപ്പം പോയി വാങ്ങുന്നതിലും എനിക്കിഷ്ടം, എനിക്കിപ്പോൾ ഒരു പെൻസിൽ വേണം, ഞാൻ ആ പെൻസിൽ ഇമ്മീഡിയറ്റ്ലി എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണെങ്കിൽ ഞാൻ മന്ത് എൻഡിൽ വാങ്ങാൻ നിൽക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുക, എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ വാങ്ങുക, സോപ്പ്, നമ്മളിങ്ങനെ വാങ്ങാനായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം, പിന്നെ നമ്മൾ സ്വയം നന്നാവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും. ഞാൻ ഈ പറയുന്നതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ, ഞാൻ വെള്ളം കുടിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എഴുതി വെച്ചു. ആൻഡ് അതിനുശേഷം അത്യാവശ്യം വെള്ളം കുടിക്കുന്നുമുണ്ട്. അതെൻ്റെ ഒരു ഗോളായിട്ട് ഞാൻ അങ്ങ് മാറ്റി. ആൻഡ് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്കിപ്പോൾ എൻ്റെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു തോട്ടിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഹെൽത്ത് സാക്രിഫൈസ് ചെയ്ത്, എൻ്റെ ഉറക്കം സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അത് തെറ്റാണ്. നമ്മൾ നമ്മുടെ ഹെൽത്ത്, പ്രത്യേകിച്ച് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെൻ്റലിയും നമ്മൾ കുറച്ച് ഓക്കെ ആവും. കാരണം നമ്മൾ ഫിസിക്കലി വീക്കായി പോയാൽ മെൻ്റലിയും ഡൗൺ ആയി പോകുന്ന സാധ്യതകൾ കൂടുതലാണ്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്കൊരു മെൻ്റൽ ഒരു ഇഷ്യൂ വന്നാൽ, അതായത് എനിക്കൊരു ഭയങ്കര വിഷമം വന്നാൽ, ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ടാക്കിൾ ചെയ്യും. അങ്ങനത്തെ ഒരാളാണേ. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്കൊരു ഫിസിക്കൽ ഒരു ഇൽനെസ് വന്നാൽ ഞാൻ അങ്ങ് തളർന്നു. എനിക്ക് തീരെ അങ്ങ് ആരോഗ്യമില്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ ആയിപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന്. സോ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് എൻ്റെ ഈ വർഷത്തെ ഒരു ഗോളാണ്. ഞാൻ മേ ബി ഇയർ എൻഡിൽ എന്തൊക്കെ എൻ്റെ ഗോൾസ് നടന്നു എന്ന് പറയാം. പണ്ട് മുതലേ പ്ലാൻ ചെയ്യാൻ ഭയങ്കര മിടുക്കിയാണ്. എനിക്കെന്തോ ഞാനൊരു പ്രോ പ്ലാനറായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അതിന് കാരണം മേ ബി ഞാനൊരു ഓവർ തിങ്കർ ആയതുകൊണ്ടായിരിക്കും. പിന്നെ എല്ലാം ആ ഒരു സമയത്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സമയം വരട്ടെ ഇങ്ങനെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സ്ഥലത്ത് പോകണം, ഞാൻ അതിന് വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്യും. അതുപോലെ സോ ഞാൻ ആദ്യം ഒരു മന്ത് തുടങ്ങുമ്പോൾ എനിക്കിതുപോലെ ആവശ്യമുള്ള കാര്യങ്ങൾ, വർക്കിൻ്റെ കാര്യങ്ങൾ, അല്ലാതെ എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, അല്ല എൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത്, എനിക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത്, മെഡിസിൻ ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം വ്യക്തമായിട്ട് എഴുതി വെക്കും. എനിക്ക് ആ മാസം എത്ര ഓഫ് ഡേയ്സ് ഉണ്ട് എന്ന് നോക്കും. കാരണം ഞങ്ങളുടെ ഓഫീസിൽ ലീവ് പ്ലാൻ ചെയ്യുന്ന യൂഷ്വലി നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയാമായിരിക്കും നമുക്ക് ഇത്ര ദിവസം നമുക്ക് ലീവ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ദിവസം നമ്മൾ ഓഫാണ്. പഠിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, എവിടെയെങ്കിലും പോവാണ്ടെങ്കിൽ പോവുക, ആരെങ്കിലും മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മീറ്റ്. ഇൻ കേസ് എനിക്കൊരാളെ വിളിക്കാനുണ്ടെങ്കിൽ പോലും ഞാൻ എഴുതി വെക്കും. കാരണം എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിക്കാൻ മടിക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുക, അവരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ എഴുതി വെച്ചിട്ട് തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും. ഞാൻ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഇന്ന് ഇയാൾക്ക് മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് ഇയാളെ ഞാൻ വിളിക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ട് ഞാനൊരു ഹായ് ഇങ്ങനെ മെസ്സേജ് ചെയ്യും. തിരിച്ച് അവർ മെസ്സേജ് ചെയ്യുമോ മെസ്സേജ് ചെയ്യാതിരിക്കുമോ അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് എനിക്ക് അത്രയ്ക്ക് വാല്യുബിൾ ആണെന്ന് തോന്നുന്ന ആൾക്കാരെ കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല ഹെൽത്തുള്ള സമയമാണ്. ഇപ്പം എനിക്ക് എൻ്റെ സ്റ്റഡീസ് നോക്കിയാൽ മേ ബി ഇൻ കേസ് എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തൊരു സമയം വന്നാൽ എനിക്ക് ആ സമയം ഇരുന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ ഉള്ള തോട്ടാണ് ഇപ്പം എനിക്കുള്ളത്. അത് നെഗറ്റീവ് ആണെന്ന് കരുതണ്ട. എൻ്റെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നത് എനിക്ക് നല്ല ധാരണയുണ്ട്. ഇനി ഞാൻ വീക്ക്ലി പ്ലാൻസ്, ഡെയിലി പ്ലാൻസ് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. കാരണം അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിരിക്കും. എൻ്റെ മന്ത്ലി പ്ലാൻ അത്ര ഡീറ്റെയിൽഡ് അല്ല, കുറച്ച് വേഗ് ആയിരിക്കും. പക്ഷെ ഐ മേക്ക് ഷുവർ ദാറ്റ് എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എവിടെയെങ്കിലും ചാർട്ട് ചെയ്ത് വെക്കും. ചെയ്യുന്ന കാര്യങ്ങൾ ടിക്കിട്ട് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. നിങ്ങളൊരു പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടെന്ന് വെച്ചോ, ഒരാളിരുന്ന് എന്തോ പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്നതിനെക്കാട്ടിലും എനർജി നിങ്ങളൊരു എക്സാം എഴുതിയിട്ട്
അതിന്ന് മാർക്ക് കൂടുതൽ കിട്ടുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവും. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്റ്റേണലിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും എനർജി ഇന്റേണലിൽ നിന്ന് ജനറേറ്റ് ആവും എന്നാണ് പറയുന്നത്. അതാണ് മന്ത്ലി പ്ലാൻസ് ഒക്കെ. അത്ര വലുതായിട്ടൊന്നും ഇല്ല എങ്കിലും പറയുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബുക്സൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2019 ലക്ഷ്മികാന്ത് സാറിൻ്റെ പോളിറ്റി ടെക്സ്റ്റ് വാങ്ങുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിലാണ് വാങ്ങിയത്. ഫ്ലിപ്കാർട്ട് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഇതൊരു മോശം കോപ്പി ആയിരുന്നു. അതായത് അതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെ പേപ്പർ ക്വാളിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു. അത് സൈഡ് ഇളകി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഇളകിയതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തു ആൻഡ് അതൊക്കെ ഒരു ബുക്ക് പോലെ ആക്കി. പിന്നെ എൻ്റെ കയ്യിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് വളരെ നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ യൂഷ്വലി പഠിക്കുന്നത് ക്ലാസ് എടുക്കാനായിട്ട്. പിന്നെ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് റെഫർ ചെയ്യും. അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.